വക്രദൃഷ്ടി തുടരുന്നു. മന്ത്രി ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അലകും പിടിയും മാറ്റുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള റോഡുകൾ വേണമെന്നാണ് മന്ത്രിയുടെ ആഗ്രഹം. പക്ഷേ അതിനുള്ള പണം കിഫ്ബിയിൽ നിന്ന് വരണം. തൽക്കാലം പ്ലാസ്റ്റിക്കും റബ്ബറും എല്ലാം ഉപയോഗിച്ചുള്ള നൂതന റോഡുകളുടെ പണിയിലാണ് വകുപ്പിൻ്റെ ശ്രദ്ധ ഇപ്പോൾ. റോഡ് പണിക്കുള്ള യന്ത്ര സാമഗ്രികളിലുള്ള മന്ത്രിയുടെ അവഗാഹം ഉദ്യോഗസ്ഥരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മൾ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല, മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. സ്റ്റാറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. എന്റെ അമ്മേ, സാറെ അനാവശ്യമായിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാലും ചെയ്യും. ആ സെക്കൻഡിലിടും കാലത്തെ എന്താ പറിച്ചിട്ടാണ് പരിപാടിയാ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? വണ്ണാൻ കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരിക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയ പോലെ അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെന്ന് നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ഞാൻ ഓടിക്കാം. അപ്പോൾ പുതിയ പിണറായി ഗവൺമെൻറ് വന്ന ശേഷം നമ്മുടെ അടിസ്ഥാന വികസനത്തിൻ്റെയും അടിസ്ഥാന നിർമ്മാണത്തിൻ്റെയും കാര്യത്തിൽ വളരെ കാലോചിതമായ പരിവർത്തനം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിസ്ഥാന വികസനം പ്രധാനമായും നടപ്പിലാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് വഴിയാണ്. ഒരു പ്രധാന മേഖല അതാണ്. അവിടെ പുതിയ കാലം പുതിയ നിർമ്മാണം എന്നൊരു മുദ്രാവാക്യം ഞങ്ങൾ സ്വീകരിക്കുകയും റോഡ് നിർമ്മാണത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ, അതായത് പ്രാദേശിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതൊന്നാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. വേസ്റ്റ് പ്ലാസ്റ്റിക് ധാരാളമായിട്ട് ഉപയോഗിക്കുക. പിന്നെ സ്വാഭാവിക റബ്ബർ കൊണ്ട് ഈ ടാറുണ്ടാക്കും. ഗോപി, ഇത് ശരിയാവില്ല. റോഡിന്റെ നടുവിൽ ബോളർ ഇട്ടാൽ ശരിയാവില്ല. റോഡിന്റെ സൈഡിൽ ബോളർ ഇട്ടാൽ മതി. സൈഡിലെ ചെക്കിങ്ങിന് വരുമ്പോൾ അതല്ല, നടുക്ക് പദമുള്ള ഭാഗത്ത് ബോളർ ഇട്ടില്ലെങ്കിൽ വരുന്ന വാഹനങ്ങൾ പാതാളത്തിലേക്ക് പോകും. അതൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്താൽ മതി. സർവത്ര ബോളർ ഇട്ട് നീ എന്നെ ചിരട്ട എടുപ്പിക്കരുത്. ആദ്യം ഞാനും നന്നാകട്ടെ, പിന്നെ നമുക്ക് നാട് നന്നാക്കാം. ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഓവറാക്കണ്ട. പിന്നെ പ്രധാനപ്പെട്ട വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുക. പിന്നെ ഈ ഇൻ്റർലോക്കിംഗ് ടൈൽസ് ഉപയോഗിക്കുക. അത് പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ, ഈ കാൽനടക്കാർക്കുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പ്രധാനമായും പ്ലാസ്റ്റിക്കും സ്വാഭാവിക റബ്ബറും കയർ ജിയോ ടെസ്റ്റ് ചെയ്തുമാണ്. ഈ 3 സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചിരിക്കണം എന്ന് നമ്മൾ നിഷ്കർഷിച്ചിരിക്കുകയാണ്. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായി തരാ. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്. ഇനി മന്ത്രി സുധാകരൻ്റെ ജയിലിലെ ഓർമ്മകൾ ഇടവേളയ്ക്ക് ശേഷം. എന്നെ ജയിലിലോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിപ്പോയിട്ട് നല്ല നല്ല കാര്യങ്ങളിലൊക്കെ മടങ്ങുക. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്?